നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 9 ശനി, കർക്കിടകം 24. പ്രിയ പ്രേക്ഷകർക്ക് പുതിയ വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാനില്ല എന്ന ആരോപണത്തിൽ വകുപ്പ് തല അന്വേഷണം പൂർത്തിയായി. അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ച ആരോഗ്യവകുപ്പിന് കൈമാറും. കാണാതായെന്ന ആരോപണം ഉയർന്ന ഉപകരണം പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. അതേസമയം തുടർ വിവാദങ്ങൾ ഒഴിവാക്കാൻ ആരെയും കുറ്റപ്പെടുത്താതെയുള്ള റിപ്പോർട്ടാകും കൈമാറുക. വിവാദങ്ങൾക്കിടെ 5 ദിവസത്തെ അവധി കഴിഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കും. മനീഷ് മഹിബാലാണ് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ്. ഈ റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് ആരോഗ്യവകുപ്പിനെ സമർപ്പിക്കുക. ഈ ഡോക്ടർ ഇന്ന് തന്നെ തിരികെ ജോലിക്ക് എത്തുമോ മനീഷ്? അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജോലിയിൽ പ്രവേശിച്ചേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്നലെ മാധ്യമങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ടിരുന്നില്ല. അദ്ദേഹം കൃത്യമായ മറുപടി അദ്ദേഹത്തിനെതിരെ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനുമെതിരെ കൃത്യമായ മറുപടി നൽകിയിരുന്നു. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെ ശസ്ത്രക്രിയ മുടങ്ങുന്നു, ഉപകരണങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്ന് വെളിപ്പെടുത്തിയതിൻ്റെ പേരിലായിരുന്നു പിന്നീട് അവർ ഒരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചതും. ആ അന്വേഷണ റിപ്പോർട്ടിലായിരുന്നു അവിടെ ഒരു ശസ്ത്രക്രിയ ഉപകരണം കാണുന്നില്ല എന്ന ഒരു റിപ്പോർട്ടിലെ പരാമർശം. അത് മന്ത്രി വീണ ജോർജിനെ സ്ഥിരീകരിക്കും. അത് ചൊവ്വാഴ്ച ആ ഉപകരണം അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ പിന്നീടാണ് ഹാരിസ് ഹസൻ അവധിയിൽ പോയ സമയത്ത് തൻ്റെ ഓഫീസിന് പുറത്തെ പൂട്ട് പൊളിച്ചുകൊണ്ട് മറ്റൊരു പൂട്ട് അവിടെ സ്ഥാപിച്ചു എന്ന ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയായിരുന്നു ആശുപത്രി സൂപ്രണ്ട് പ്രിൻസിപ്പളും ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തതും. ഹാരിസ് ഹസൻ്റെ ഓഫീസിനുള്ളിൽ സംശയാസ്പദമായ ചില കാര്യങ്ങൾ കണ്ടുവെന്നും ഒരു ബോക്സ് കണ്ടുവെന്നും ഒപ്പം തന്നെ ഈ അവിടെ കണ്ടെത്തിയ ഉപകരണം നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണം പിന്നീട് അവിടെ അതായത് വിവാദമായപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. അതിൻ്റെ വലിയ ബോക്സും ബില്ലും കണ്ടു എന്നുള്ള വലിയ ആരോപണം ഇന്നലെ ഉന്നയിച്ചത്. പക്ഷേ ആരോപണം എല്ലാം പൊളിയുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടിയും. ഒപ്പം തന്നെ ഈ അറ്റകുറ്റപ്പണിക്ക് കൊടുത്ത നെഫ്രോസ്കോപ്പ് എന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഉപകരണം അത് കണ്ടം ചെയ്യുന്നതിന് മുൻപ് പിന്നീടും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊച്ചിയിലേക്ക് കൊടുത്ത സ്വകാര്യ കമ്പനി തന്നെ അത് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി അത് തിരിച്ചു കൊണ്ടുവച്ചതാണെന്നും അതിൻ്റെ ബില്ലല്ല അത് കൊണ്ടുവന്ന അതിൻ്റെ രേഖകളാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയതോടുകൂടി തന്നെ ആശുപത്രി സൂപ്രണ്ടിൻ്റെയും ഒപ്പം തന്നെ പ്രിൻസിപ്പലിൻ്റെയും വാദങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു. അത്തരത്തിൽ ഈ ഉപകരണം കാണാനില്ലെന്ന ആദ്യത്തെ വാദം പൊളിയുന്നു, രണ്ടാമത് ഉപകരണം മാറ്റിവെച്ചു എന്ന വാദം പൊളിയുന്നു. അങ്ങനെ ഈ ആശുപത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ച് അല്ലെങ്കിൽ ആശുപത്രി ഉപകരണങ്ങളില്ലെന്ന ആരോപണം ഉന്നയിച്ച് ഹാരിസ് ഹസനെ കുടുക്കാനുള്ള നീക്കം ഏറെക്കുറെ ശരിവെക്കുന്നു. അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു തന്നെ കുറ്റക്കാരനാക്കാനുള്ള വലിയ നീക്കം അത് വലിയ ഉന്നതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിനെതിരെ ഇന്നലെ നീക്കം ഉണ്ടാകുന്നു. പക്ഷേ അദ്ദേഹം തന്നെ അത് കൃത്യമായ മറുപടി നൽകി അതിനെ പൊളിക്കുന്നു. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് തിങ്കളാഴ്ചയാണ് ആരോഗ്യവകുപ്പിന് സമർപ്പിക്കുക. നിലവിൽ ഈ ഉപകരണത്തെ പറ്റിയുള്ള പരാമർശമില്ല, ഉപകരണത്തെ പറ്റിയുള്ള പരാമർശം റിപ്പോർട്ടിൽ ഇല്ല എന്ന സൂചന കൂടി ലഭിക്കുന്നുണ്ട്. നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണത്തിന് പകരം മറ്റേതോ ഉപകരണത്തിൻ്റെ പേര് ആണ് പിന്നീട് ആശുപത്രി രേഖകളിൽ വെച്ചതെന്ന വിവാദവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്താണെങ്കിലും അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് ജോലിയിൽ പ്രവേശിക്കുമോ, അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണുമോ തുടങ്ങിയവയാണ് നമുക്ക് മുന്നിലുള്ള ചോദ്യങ്ങൾ. ഉന്മേഷ്. മനീഷ്, ഈ പറഞ്ഞതുപോലെ ഈ ഉപകരണം കാണാത്തതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹാരിസ് ഹസനെ പ്രതിക്കുട്ടിലാക്കുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇനി തിങ്കളാഴ്ച അന്തിമ റിപ്പോർട്ട് നൽകുമ്പോൾ അത്രത്തോളം പ്രകോപനപരമായ റിപ്പോർട്ട് നൽകേണ്ട എന്ന തീരുമാനത്തിലാണ്. ഒപ്പം കാരണം കാണിക്കൽ നോട്ടീസിൽ ഇതുവരെ ഹാരിസ് ഹസൻ മറുപടി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആശുപത്രിയിൽ നിലവിൽ ഇത് അന്വേഷിക്കുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകളാണ്. അങ്ങനെ ഒരു വിദഗ്ധ സംഘം അന്വേഷിക്കുന്നു. ഈ അന്വേഷണത്തിന് ഇടയിലാണ് ആശുപത്രിയിലെ തന്നെ വിദഗ്ധ സമിതി ഇവിടെ ഒരു ഉപകരണം കാണാനില്ലെന്ന റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള കാര്യം വെളിപ്പെടുത്തുന്നത് ആരോഗ്യമന്ത്രി തന്നെയാണ്. അതായത് ഇത്തരത്തിലൊരു ഒരു വിഷയത്തിൽ നടത്തുന്ന അന്വേഷണത്തിൽ ആരോഗ്യമന്ത്രി അവിടെ ഉപകരണം കാണാനില്ലെന്നും ഒപ്പം തന്നെ അതുവരെയും ഹാരിസ് ഹസനെ പിന്തുണച്ചു, അതായത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി തന്നെ ഹാരിസ് ഹസനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷമായിരുന്നു തന്നെ കുടുക്കാനുള്ള നീക്കം നടത്തുന്നുവെന്ന് ഹാരിസ് ഹസൻ
വ്യക്തമാക്കിയിട്ടുള്ളത്. അതുവരെയും ചില കാര്യങ്ങളോട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്ന അദ്ദേഹം പിന്നീട് 4 ദിവസം അവധിയിൽ പോയ സമയത്ത് മാധ്യമങ്ങളെ അദ്ദേഹം കൃത്യമായി കണ്ടില്ല. പക്ഷേ അദ്ദേഹം ഇന്നലെ ഡോക്ടർമാരുടെ അല്ലെങ്കിൽ അവരുടെ സംഘടനാ പ്രതിനിധികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലായിരുന്നു ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തിയതും വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അത് പൊളിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് വെളിപ്പെടുത്തൽ വന്നാലും ഒപ്പം തന്നെ ഈ കമ്പനി അതായത് നെഫ്രോസ്കോപ്പ് എന്ന അത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അത് 10 വർഷത്തിലേറെ പഴക്കമുണ്ട്. അതിന് 14 ലക്ഷം രൂപ വില വരുമെന്ന് ഹാരിസ് ഹസൻ പറയുന്നുണ്ട്. 20 ലക്ഷം രൂപ മുടക്കിയാണ് അത് ശശി തരൂർ MP വാങ്ങി നൽകിയതെന്ന് ആശുപത്രി അധികൃതരും പറയുന്നുണ്ട്. ഈ ഉപകരണം ഒരു വർഷത്തോളം, അതായത് ഉപകരണം കേടായി കഴിഞ്ഞാൽ 1-2 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ പുതിയത് വാങ്ങിക്കൊടുക്കുകയുള്ളൂ. പക്ഷേ അത് അറ്റകുറ്റപ്പണി നടത്തിയാൽ അത് വീണ്ടും ഉപയോഗിക്കാം. നിലവിൽ അത് കൊച്ചിയിലേക്ക് അയച്ചു അത് ലെൻസ് മാറണമെന്നുള്ള നിർദ്ദേശം ലഭിച്ചു. പക്ഷേ അത് തായ്വാനിലോ മറ്റ് വിദേശ രാജ്യങ്ങളിൽ എത്തിച്ചാൽ മാത്രമേ അത്തരം ലെൻസുകൾ തിരിച്ച് കിട്ടുകയുള്ളൂ. അതിൻ്റെ കാലതാമസം ഒപ്പം തന്നെ അതിൻ്റെ പർച്ചേസ് ബില്ല് മാറി കിട്ടാനുള്ള കാലതാമസം ഉള്ളതുകൊണ്ട് അത് തിരിച്ച് അയക്കാൻ നിർദ്ദേശം നൽകുകയാണ്. അങ്ങനെ തിരിച്ചയച്ചതിൻ്റെ രേഖകളായിരുന്നു ഈ ഓഫീസിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ രേഖകളാണ് അത് രണ്ടാമത് നെഫ്രോസ്കോപ്പ് ഉപകരണം വിവാദമായപ്പോൾ രണ്ടാമത് കൊണ്ടുവച്ചതിൻ്റെ അത് പുതിയതായി വാങ്ങിയതിൻ്റെ ബില്ലാണെന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, അതും ഒരു ആശുപത്രിയുടെ ഏറ്റവും ഉന്നത തലത്തിലിരിക്കുന്ന സൂപ്രണ്ടും ഒപ്പം തന്നെ പ്രിൻസിപ്പളും ഇത്തരത്തിൽ കാര്യഗൗരവങ്ങൾ മനസ്സിലാക്കാതെ കൃത്യമായ സ്ഥിരീകരണമില്ലാതെ വ്യക്തതയില്ലാതെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലും പല ചോദ്യങ്ങൾക്കും ഇവർക്ക് വ്യക്തതയില്ലായിരുന്നു. പിന്നാലെയാണ് ഹാരിസ് ഹസന്റെ മറുപടിയും ഒപ്പം തന്നെ ഈ സ്വകാര്യ കമ്പനിയുടെ വെളിപ്പെടുത്തൽ വന്നതുകൊണ്ട് തന്നെ ഈ ഹാരിസ് ഹസനെ കൊടുക്കാനുള്ള നീക്കമാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നതാണെങ്കിലും തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ ഉപകരണം കാണാനില്ലാത്ത വിഷയത്തെപ്പറ്റി പരാമർശിക്കും. ഒപ്പം തന്നെ ഈ ആശുപത്രിയിൽ സർജറി ഉപകരണങ്ങളില്ല അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ പേരിൽ സർജറി മുടങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും മോസിലോസ്കോപ്പ് എന്ന ഉപകരണത്തിന്റെ പേര് പരാമർശിക്കാതെ ആയിരിക്കും ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിൽ 5ാം ദിനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 566 പേരെ ദുരന്തബാധിത മേഖലകളിൽ നിന്ന് ഒഴിപ്പിച്ചു. 400ഓളം പേരെ വ്യോമമാർഗം രക്ഷപ്പെടുത്തി ദുരന്തബാധിത മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചവരെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സന്ദർശിച്ചു. വിനിത വിജി ഡൽഹിയിൽ ചേർന്നു. വിനിത, ദുഷ്കരവും ശ്രമകരവുമായ ഒരു ദൌത്യമാണ് അവിടെ ഇപ്പോൾ തുടരുന്നത്. രക്ഷാദൌത്യമെന്ന് സാങ്കേതികമായി പറയുന്നത് ശരിയല്ല. ഇപ്പോഴും തെരച്ചിൽ ദൌത്യം എങ്ങനെയാണ് തുടരുന്നത്? അവിടെ എങ്ങനെയാണ് കാലാവസ്ഥ? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സുഹൈൽ. ഉത്തരേന്ത്യയിൽ മൊത്തത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പുള്ളത്. ഉത്തരകാശിയിലും ഇന്നലെ രാത്രിയൊക്കെ ഏറെ വൈകിയും മഴയുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കമുണ്ടായ ശക്തമായിട്ടുള്ളൊരു മഴ അത് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആ റോഡും അവിടെയുള്ള ആ മേഖലകളിലെ പാലവും ഒക്കെ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ഇത് പുനർനിർമ്മിച്ച് വേണം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ മോശം കാലാവസ്ഥ ഒരു പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ മാറി നിന്നതൊക്കെ വലിയ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു വിവിധ മേഖലകളിൽ. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നൊരു നിർദ്ദേശം അനുസരിച്ച്, മുന്നറിയിപ്പ് അനുസരിച്ച് ഇപ്പോഴും പല മേഖലകളിലും മഴയ്ക്കുള്ളൊരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ ഇതിനോടകം തന്നെ 566 പേരെ വ്യോമമാർഗം രക്ഷപ്പെടുത്തിയതിനുള്ള കണക്കുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇങ്ങനെ അവിടെ എത്തിയിരിക്കുന്ന വിനോദസഞ്ചാരികളടക്കം മറ്റ് ക്യാമ്പുകളിലേക്കും അവരെ സുരക്ഷിതമായിട്ടുള്ള മേഖലകളിലേക്കും ഒക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. അവിടെ എത്തി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും ഉറപ്പു നൽകുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ഇന്നലെ ഈ ദുരന്ത മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗം നിലവിലെ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഈ ആളുകൾക്ക് ക്യാമ്പുകളിൽ അവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ വിലയിരുത്തിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹവും ഈ ദുരിതബാധിത മേഖലകൾ സന്ദർശിക്കുകയാണ്. ക്യാമ്പുകളിലേക്ക് അടക്കമുള്ള ആളുകൾക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ഈ ചികിത്സാ സംവിധാനം അടക്കമുള്ള ഈ ഡോക്ടർമാരുടെ സംഘത്തെ അടക്കം ആ മേഖലകളിൽ എത്തിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. ഇന്നലെ മാത്രം ഈ ദുരന്ത മേഖലയിൽ 12 ഹെലികോപ്റ്ററുകളാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ ഇപ്പോഴും പല മേഖലകളിലും പുരോഗമിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇതുവരെ ഈ ദുരന്തത്തിൽ 5 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 500-ലധികം പേരെ സുരക്ഷിതമായി എല്ലാ മറ്റ് മേഖലകളിൽ നിന്നൊക്കെ തന്നെ ഇവരെ സുരക്ഷിതമായി
ഭാഗമായിട്ട് മാറ്റിയിട്ടുമുണ്ട്. വലിയ നാശനഷ്ടം തന്നെയാണ് സംസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അല്പസമയം മുൻപ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മേഖല പൂർണ്ണമായും ഒരു ദുരന്തത്തിന് വഴിമാറുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹോം സ്റ്റേകളും ടൂറിസ്റ്റുകളും ഒപ്പം തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒപ്പം ഈ കെട്ടിടങ്ങളും ഒക്കെ പൂർണ്ണമായും ആ മേഖലയിൽ നശിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ സ്ഥിതിഗതികളൊക്കെ തന്നെ അദ്ദേഹം വിലയിരുത്തുകയും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുന്നുണ്ട് എന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എത്രയും വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഈ മേഖലകളിൽ വൈദ്യുതി ഒപ്പം തന്നെ പരസ്പരം ഈ ആളുകൾക്ക് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ മറ്റും ഭാഗമായി ബന്ധപ്പെടുന്നതിന് പോലും മൊബൈൽ നെറ്റ്വർക്കുകളോ ഈ ഫോൺ കോൾ ചെയ്യാനുള്ള ഒരു സംവിധാനമോ ഇല്ല. ഇതൊക്കെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോഴും ആരംഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ അടക്കം ഇപ്പോഴും മഴ കനക്കുകയാണ്. മറ്റ് മേഖലകളിലേക്കൊക്കെ തന്നെ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. സുഹൈൽ. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. യുക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും അലാസ്കയിൽ ഈ മാസം 15-ന് കൂടിക്കാഴ്ച നടത്തും. യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചില പ്രദേശങ്ങളുടെ കൈമാറ്റം ഉണ്ടായേക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. റഷ്യ പിടിച്ചെടുത്ത യുക്രൈനിലെ കേസിൻ സ്പെറഷ്യ പ്രവിശ്യകളിൽ നിന്നും റഷ്യൻ സൈന്യം പിൻവലിഞ്ഞേക്കും. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചെയ്തു. മധു കൊട്ടാരക്കര 2018 ശേഷം ഇരുവരും ആദ്യമായാണ് ഒന്നിച്ചൊരു ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത്. അതും നമുക്ക് പ്രതീക്ഷിക്കാമോ ഈ പറയുന്ന യുക്രൈൻ വിഷയം അവസാനിക്കുമെന്ന ഒരു പ്രപ്പോസൽ നിലവിൽ മുന്നോട്ട് വെച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? വിവരം. ഗുഡ് മോർണിംഗ് ഉന്മേഷ്, സൊഹൈൽ. വ്ളാദിമിർ പുടിനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ആഴത്തിലുള്ള ഒരു സൗഹൃദം വർഷങ്ങളായി അല്ലെങ്കിൽ ദശാബ്ദങ്ങളായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നിടത്ത് ഒരുപക്ഷെ പുടിനെ കൊണ്ടുവരാൻ സാധിച്ചേക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താം. അടുത്ത വെള്ളിയാഴ്ച അലാസ്കയിൽ വെച്ചാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുമെന്ന് ട്രംപ് തന്നെയാണ് ഇന്ന് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. US മണ്ണിൽ 2019 ശേഷമുള്ള ആദ്യ റഷ്യ USA ഭരണ തലവന്മാർ തമ്മിലുള്ള ഒരു മുഖാമുഖ ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഈ സമാധാന കരാറിൽ ചില പ്രദേശങ്ങളുടെ കൈമാറ്റം ഉൾപ്പെടുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഒരു സൂചന നൽകിയിട്ടുണ്ട്. റഷ്യ പിടിച്ചെടുത്ത യുക്രൈനിലെ കേഴ്സൺ അതുപോലെ സാപ്പോറിഷ്യ പ്രവിശ്യകളിൽ നിന്ന് റഷ്യൻ സൈന്യം പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് പകരം ഡൊണസ്ക് അതുപോലെ ലുഹാൻസ്ക് ക്രിമിയ പ്രവിശ്യകൾ റഷ്യക്ക് കൈമാറാൻ ഒരുപക്ഷെ ധാരണയുണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ അതേസമയം പുടിന്റെ ഒരു സമഗ്ര നിർദ്ദേശം ട്രംപിന്റെ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അത് കിഴക്കൻ യുക്രൈൻ പ്രദേശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അത് മാത്രമല്ല പുടിൻ പറയുന്നത് ചില പ്രദേശങ്ങൾ പുടിന്റെ അവകാശം അല്ലെ റഷ്യയുടെ അവകാശം അനുസരിച്ച് ആഗോളതലത്തിൽ അതിനുള്ള അംഗീകാരം നേടിയെടുക്കുവാനുള്ള സഹായവും ഈ പ്രപ്പോസലിൽ പറയുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ യൂണിയൻ ഒന്നും ഇതിനോട് അത്ര താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. അവരുടെ എതിർപ്പുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ യുക്രൈന്റെ ഭൂമി വിട്ടുകൊടുക്കാൻ നിർബന്ധിക്കുന്നതിൽ അമേരിക്കയ്ക്ക് കഴിയുമെന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ ഇപ്പോൾ ഉള്ളത്. യുക്രൈൻ വെടിനിർത്തലിന് സമ്മതിക്കാനുള്ള പുടിന്റെ സമയപരിധി നമുക്കറിയാം ഇന്ന് അവസാനിച്ചു. പക്ഷേ വലിയ പ്രഖ്യാപനങ്ങളൊന്നും പുടിന്റെ ഭാഗത്തുനിന്ന് വന്നില്ല. അതിനുശേഷമാണ് ഇത്തരം ഡെവലപ്മെന്റ്സുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. സമാധാന ഉച്ചകോടിക്കായിട്ട് ഇന്ന് അർമേനിയയും അസർബൈജാനും ട്രംപിന്റെ മധ്യസ്ഥതയിൽ വൈറ്റ് ഹൗസിൽ ചർച്ചകൾ നടത്തിയോ. അതിന്റെ ഇടയിലാണ് ഈ സുപ്രധാന വിവരം ട്രംപ് മാധ്യമപ്രവർത്തകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ മേഖലകൾ തമ്മിലുള്ള കൈമാറ്റവും ഒക്കെ ഉണ്ടാകുമെന്ന് സംസാരിക്കുമ്പോൾ ട്രംപ് പറഞ്ഞു. പക്ഷെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയില്ല. 2014 നമുക്കറിയാം റഷ്യ യുക്രൈന്റെ പ്രദേശമായി ക്രിമിയ പിടിച്ചെടുക്കുകയും 2022 ഫെബ്രുവരിയിലാണ് യുക്രൈൻ അധിനിവേശം തുടങ്ങുകയും ചെയ്ത്. ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പുടിന്റെ ആത്മവിശ്വാസം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ യുദ്ധം അവസാനിക്കും, പുടിൻ ഈ അധിനിവേശം അവസാനിപ്പിക്കുമെന്നൊക്കെയായിരുന്നു. പക്ഷെ അതിൽ റഷ്യ ഒരു തരം പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ യാഥാർത്ഥ്യം യുക്രൈന്റെ ഏകദേശം 20% ഇപ്പോഴും റഷ്യയുടെ കൈവശമാണ്. CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഇന്ന് ചർച്ച നടക്കും. LDF സംവിധാനത്തിൽ ഫലപ്രദമായ ചർച്ചയോ കൂടിയാലോചനയോ ഇല്ല എന്നാണ് പ്രവർത്തന റിപ്പോർട്ടിലെ വിമർശനം. CPIM കഴിഞ്ഞാൽ മുന്നണിയിലെ മറ്റു പാർട്ടികൾക്ക് ജില്ലയിൽ സ്വാധീനമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. ജില്ലാ കൌൺസിലിനെയും സെക്രട്ടറിയും വൈകുന്നേരം തിരഞ്ഞെടുക്കും. നിലവിലുള്ള ജില്ലാ സെക്രട്ടറി മാങ്കൂട് രാധാകൃഷ്ണൻ മാറിയേക്കും. വിളപ്പിൽ രാധാകൃഷ്ണൻ സെക്രട്ടറിയാകുമെന്നാണ് സൂചന. തൃശൂരിലെ തെരഞ്ഞെടുപ്പിലും വോട്ട് ക്രമക്കേട് ഉണ്ടായെന്ന LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ആരോപണത്തെ പിന്തുണച്ച് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. 10 ഫ്ളാറ്റുകളിൽ പരിശോധന നടത്തിയാണ് നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളെ ഉൾപ്പെടുത്തിയെന്ന പരാതി നൽകിയതെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു.
തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് വോട്ടർ പട്ടിക പരിശോധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരാതി ഞങ്ങൾ കളക്ടർക്ക് കൊടുത്തതാണ്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ എടുത്തൊരു നിലപാട്, വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക എന്ന് പറയുന്നത് നിർവാഹമല്ല, അതുകൊണ്ട് വോട്ട് ചെയ്യിക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്തി. ഒരു സ്വതന്ത്രമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ വേണം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ പാർലമെൻറ്റ് സെഗ്മെൻറ്റിൽ 7 അസംബ്ലി സെഗ്മെൻ്റാണ് ഉള്ളത്. ആ 7 അസംബ്ലി സെഗ്മെൻറ്റിലെ ഈ വോട്ടർ പട്ടിക പരിശോധിച്ച് ഇതിനനുബന്ധമായ തെളിവുകൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടും. ഒഡീഷയിൽ വൈദികർക്കെതിരായ ആക്രമണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൗനം ആക്രമണത്തെ ന്യായീകരിക്കുന്നതെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് കുറ്റപ്പെടുത്തി. പ്രതികരണത്തിൽ അക്രമങ്ങളെ ന്യായീകരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം മൗനം ദീക്ഷിക്കുന്നത്. ദുർഗിലെ കന്യാസ്ത്രീമാരുടെ പ്രശ്നം നടന്നു. ആലുവയിലാണ് അതിലൊരു കന്യാസ്ത്രീയുടെ അങ്കമാലി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. അവിടെ ഈ എയർപോർട്ടിലൊക്കെ പോണ സമയത്ത് വേണമെങ്കിൽ കയറാമായിരുന്നല്ലോ. ഇന്നിപ്പോൾ ഈ അച്ഛൻ്റെ വീട്ടിലുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽപ്പെട്ടാണ്, ഒരു വാക്ക് ഉരിയാടിയിട്ടില്ല. അപ്പം അരമനകളിൽ പോയി കേക്ക് കൊടുക്കുന്നു. അത് ഈ വിശ്വാസികളോടുള്ള ആത്മാർത്ഥതയായി കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ സമയങ്ങളിൽ അദ്ദേഹം രംഗത്ത് വരുന്നില്ല? അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കപടമുഖാണ്. ആ കപടമുഖാണ് ഇവിടെ അഴിഞ്ഞു വരുന്നത്. സുരജ് സജി തൃശ്ശൂരിൽ വിവരങ്ങളുമായി ചെയ്യുന്നു. സുരജ്, രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച വോട്ട് മോഷണ ആരോപണമാണ്. ഇന്നലെ തന്നെ CPI രംഗത്തെത്തിയിരുന്നു, VS സുനിൽകുമാർ അടക്കം രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ കോൺഗ്രസും രംഗത്തെത്തുന്നു. രണ്ടുപേരും കോമണായി സംശയമുറിയിൽ നിർത്തുന്ന അല്ലെങ്കിൽ ആരോപണമുറിയിൽ നിർത്തുന്ന ഒരാൾ ജില്ലാ കളക്ടറാണ്. വിവരങ്ങൾ സുഹേൽ, തീർച്ചയായും. അതായത് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് തൊട്ടു പിന്നാലെയാണ് VS സുനിൽകുമാർ തൃശ്ശൂരിലും വോട്ട് ക്രമക്കേട് നടന്നു എന്ന ആരോപണവുമായി രംഗത്തെത്തുന്നത്. കോൺഗ്രസും ഇപ്പോൾ ഈ ആരോപണത്തെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കോൺഗ്രസ് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിൽ തങ്ങൾ ഒരു പരാതി നൽകിയിരുന്നു. വ്യാപകമായ രീതിയിൽ ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളുടെ വോട്ടുകൾ ചേർത്തു എന്നുള്ളതാണ് കോൺഗ്രസും ചൂണ്ടിക്കാണിക്കുന്നത്. ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ അടക്കം വോട്ടുകൾ തൃശ്ശൂരിൽ ചേർത്തു എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ പരാതി നൽകിയതാണ്. പക്ഷേ ഈ പരാതിയിന്മേൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അത് ജില്ലാ കളക്ടർ മുതൽ BLOമാരുടെ പ്രവർത്തനങ്ങൾ വരെ വിലയിരുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എത്തരത്തിലായിരുന്നു എന്നുള്ളത് അന്വേഷിക്കുന്ന തരത്തിലുള്ള ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ കോൺഗ്രസും ഈ വോട്ട് ക്രമക്കേടിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കൂടി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറയുന്നുണ്ട്. 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് എത്രമാത്രം വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തു എന്നത് സംബന്ധിച്ച് സ്വന്തമായ ഒരു അന്വേഷണം നടത്താനുള്ള നീക്കത്തിൽ കൂടിയാണ് കോൺഗ്രസ്. അങ്ങനെ ഈ സുനിൽകുമാർ ഉയർത്തിയ ആരോപണത്തിൽ കോൺഗ്രസും ഈ നിലപാട് കടുപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഈ ക്രൈസ്തവ സഭാ നേതാക്കൾക്കെതിരെ അടക്കം നടക്കുന്ന നിരന്തരമുണ്ടാകുന്ന തുടർച്ചയായി ഉണ്ടാകുന്ന അക്രമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ജോസഫ് ടാജറ്റ് നടത്തിയത്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ 2 വൈദികരെ ആക്രമിച്ച അടക്കമുള്ള സംഭവങ്ങളിൽ സുരേഷ് ഗോപി പ്രതികരിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രൂക്ഷമായ വിമർശനത്തിലേക്കടക്കം DCC പ്രസിഡന്റ് പോയത്. സുഹേൽ, അന്ന് ഈ കോൺഗ്രസ് പരാതിപ്പെട്ടപ്പോൾ ജില്ലാ കളക്ടറുടെ മറുപടി അതെന്താണെന്നാണ് പറയുന്നത്? സാങ്കേതികത്വത്തിൽ ഊന്നിയാണോ അന്ന് ഇതിനൊരു മറുപടി നൽകിയത്, അല്ലെങ്കിൽ അന്ന് ഇതിന്റെ വിശദീകരണം നൽകിയത് വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട്? സുഹൈൽ, അന്ന് കോൺഗ്രസ് ഈ പരാതി നൽകുന്ന സമയത്ത് ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നത് വോട്ടർ പട്ടികയിൽ പേരുള്ളവർ വോട്ട് ചെയ്യണം, അതിന് വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അന്ന് ജില്ലാ കളക്ടർ ചൂണ്ടിക്കാണിച്ചതെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ജില്ലാ കളക്ടർ മുതൽ BLOമാർ വരെ ഉള്ളവരെ കുറിച്ച് അന്വേഷണം വേണം എന്നൊരാവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ഒരു പുതിയ വോട്ട് ചേർക്കുന്ന സമയത്ത് ആ വോട്ടിന്റേതായ ഒരു സ്ഥിരീകരണം നൽകുന്ന അടക്കം BLOമാരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളാണെന്ന് സ്ഥിരീകരിക്കുന്ന ആൾ BLOയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ BLOമാർ അറിയാതെ ഒരു തരത്തിലും ഇത്തരത്തിൽ ഈ വോട്ടിൽ ക്രമക്കേട് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ജില്ലാ കളക്ടർ തുടങ്ങി BLOമാർ വരെയുള്ളവരെ കുറിച്ച് കൃത്യമായ ഒരു സ്വതന്ത്ര അന്വേഷണം വേണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടും. അതായത് ഈ വോട്ട് ക്രമക്കേട് സംബന്ധിച്ചുള്ള തെളിവുകൾ കോൺഗ്രസിന്റെ കയ്യിലുണ്ട്. അത് വരും ദിവസങ്ങളിൽ പുറത്തുവിടും എന്നുകൂടി DCC പ്രസിഡന്റ് അറിയിക്കുന്നുണ്ട്. സുഹേൽ, സംസ്ഥാനത്തെ ട്രെയിനുകൾക്ക് ഇന്നും നിയന്ത്രണമുണ്ടാകും. ആലുവ പാലത്തിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് ട്രെയിനുകൾക്ക് നിയന്ത്രണം. കഴിഞ്ഞ ദിവസങ്ങളിലും ട്രെയിനുകൾക്ക് നിയന്ത്രണം വന്നിരുന്നു. ട്രെയിൻ സമയത്തിലും മാറ്റമുണ്ട്. പാലത്തിൽ അറ്റകുറ്റപ്പണി തുടരുന്നതിനാൽ നാളെയും ട്രെയിൻ സർവീസിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. പാലത്തിലെ പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. സുരിശ്രീ കൊച്ചിയിൽ ചെയ്തു. സൂര്യ, നിയന്ത്രണങ്ങൾ എത്തരത്തിലാണ്? എന്തൊക്കെയാണ് പുതിയ ക്രമീകരണങ്ങൾ? വിവരം.
ഗുഡ് മോർണിംഗ് സുഹൈൽ. റെയിൽവേ മേൽപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇന്നും ട്രെയിനുകൾക്ക് ക്രമീകരണമുണ്ടാകും. 2 ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കിയിട്ടുണ്ട്. 6 ട്രെയിൻ സർവീസുകളൊക്കെ തന്നെ വൈകിയായിരിക്കും ഉണ്ടായിരിക്കുക. നിലവിൽ ആലുവ റെയിൽവേ മേൽപ്പാലത്തിലാണ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾക്ക് കഴിഞ്ഞ 8-ാം തീയതി മുതലാണ് ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. 12-ാം തീയതി വരെ അറ്റകുറ്റപ്പണികൾ ഉണ്ടാകുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമാവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ അറ്റകുറ്റപ്പണികൾ നീളാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഏതായാലും രാവിലെ 9 മണി മുതൽ 12 മണി വരെയാണ് അറ്റകുറ്റപ്പണി നടക്കുക. ആലുവ മുതൽ അങ്കമാലി വരെയുള്ള ഭാഗങ്ങളിലായിരിക്കും ഇത്തരത്തിൽ ട്രെയിൻ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുക. ട്രെയിനുകൾ വൈകി ഓടുന്നൊരു കാര്യമൊക്കെ തന്നെ ഉണ്ടാകുക. 6 ട്രെയിനുകളാണ് വൈകി ഓടുന്നത്. പാലക്കാട് എറണാകുളം മെമുവും എറണാകുളം പാലക്കാട് മെമു എന്നിവയാണ് പൂർണ്ണമായി റദ്ദാക്കിയ ട്രെയിനുകൾ. വൈകി ഓടുന്ന ട്രെയിനുകൾ ഗോരഖ്പൂർ തിരുവനന്തപുരം 1 മണിക്കൂർ 20 മിനിറ്റും, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് 1 മണിക്കൂർ 45 മിനിറ്റും, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് നാളെ 1 മണിക്കൂർ 15 മിനിറ്റും, സിക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് 1 മണിക്കൂർ വൈകിയായിരിക്കും ഓടുക. വന്ദേ ഭാരത് 45 മിനിറ്റും, ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 10 മിനിറ്റുമായിരിക്കും ഇത്തരത്തിൽ വൈകി ഓടുക. നാളെയും ഈ രീതിയിൽ ട്രെയിൻ സർവീസുകളിൽ നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ 12 മണി വരെയാണ് അറ്റകുറ്റപ്പണികൾ നടക്കുക. ആലുവ റെയിൽവേ മേൽപ്പാലത്തിലെ ഗർഡറുകൾ, സ്പാനറുകൾ, സ്ലീപ്പറുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണിയും പെയിന്റുകളും ഒക്കെയാണ് നടക്കുന്നത്. ഈ അറ്റകുറ്റപ്പണി നടക്കുന്നതിലാണ് ഇത്തരത്തിൽ ട്രെയിൻ സർവീസുകൾ 2 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുകയും 6 ട്രെയിനുകൾ വൈകി ഓടുകയും ചെയ്യുന്നത്. നിലവിൽ എത്രയും വേഗത്തിൽ തന്നെ ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാവുകയാണെങ്കിൽ ഈ അറ്റകുറ്റപ്പണികൾ നീളുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ട്രെയിൻ സർവീസുകളിലൊക്കെ തന്നെ സംസ്ഥാനത്ത് ഉടനീളം ഒരു ക്രമീകരണം ഉണ്ടായിരിക്കുന്നതായിരിക്കും സുഹൈൽ. ഇനി നോക്കാം ചില അറിയിപ്പുകൾ. നെയ്യാറ്റിൻകര ആയുർവേദ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഒഴിവ്. അഭിമുഖം ഈ മാസം 12-ന്. തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഗാർഡിനെ നിയമിക്കുന്നു. 50 വയസ്സിൽ താഴെയുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 14-നാണ്. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട്. ഇംഗ്ലീഷ് വിഭാഗത്തിലാണ് ഒഴിവ്. അഭിമുഖം ഈ മാസം 21-ന് നടക്കും. കായംകുളം MSM-HSS-ൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവ് കെമിസ്ട്രി, ഇസ്ലാമിക് ഹിസ്റ്ററി, സോഷ്യോളജി വിഷയങ്ങളിലേക്ക്. അഭിമുഖം ഈ മാസം 11. വയനാട് പുൽപ്പള്ളിയിലെ മുള്ളൻകൊല്ലി പഞ്ചായത്ത് കാര്യാലയത്തിലെത്തുന്നവർ അല്പം ജാഗ്രത പാലിക്കണം. കാരണം ഏത് നിമിഷവും അടർന്ന് വീഴാവുന്ന സ്ഥിതിയിലാണ് കെട്ടിടമുള്ളത്. ജീവൻ പണയം വെച്ചാണ് ജീവനക്കാരടക്കം ഇവിടെ ജോലി ചെയ്യുന്നത്. റിപ്പോർട്ടിലേക്ക്. മൂന്നര പതിറ്റാണ്ട് പഴക്കമുണ്ട് മുള്ളൻകൊല്ലിയിലെ ഈ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. തൂണുകൾക്ക് വിള്ളൽ, കോൺക്രീറ്റ് മേൽക്കൂരകൾ പലയിടത്തും പൊട്ടിവീണു. 2ാം നിലയിലെ കൈവരി പൂർണ്ണമായും അടർന്നു. ജീവനക്കാർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ജീവൻ പണയം വെച്ച് ജോലി ചെയ്യേണ്ട സ്ഥിതി. ഇവിടെ എത്തുന്നവരുടെ ഉള്ളിലുമുണ്ട് ആശങ്ക. പല നിവേദനങ്ങൾ കൊടുത്തെങ്കിലും അത് നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും ഒരു നീക്കമോ അവർ നടത്തുന്നില്ല. ദിവസേന ധാരാളം ആളുകൾ സന്ദർശിക്കുന്ന ഈ കെട്ടിടവും എപ്പം വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണുള്ളത്. അപകടാവസ്ഥയിലായതിനാൽ ഓഫീസ് ഉടനടി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാണ് ഉയരുന്ന ആവശ്യം. ആയിരക്കണക്കിന് ജനങ്ങൾ ഡെയിലി വന്നു പോകുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പഞ്ചായത്തിൻ്റെ മുകളിൽ നിന്ന് ഭിത്തി ഇങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല. എങ്കിൽ പോലും ഇത് വേണ്ട രീതിയിലൊരു ഇടപെടൽ നടത്തി അത് ഭരിക്കുന്ന ആളുകൾ അതിനുള്ളൊരു നടപടി എടുക്കണ്ടേ? അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുകളില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ അത്തരത്തിൽ പ്രതികരിക്കുന്ന ആളല്ല. അത് പിന്നെ സെക്രട്ടറി ഇല്ലാത്തതുകൊണ്ട് AS പറയും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള നിലയിൽ പറയും. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് അവരുടെ മുന്നോട്ടുള്ള പോക്ക്. കെട്ടിട നിർമ്മാണത്തിന് സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിലും മറ്റു നടപടികൾ എങ്ങും എത്തുന്നില്ലെന്നാണ് പരാതി. സ്ഥിരം സംവിധാനമാകാൻ വൈകും എന്നതിനാൽ വാടകയ്ക്കെങ്കിലും മറ്റൊരിടത്തേക്ക് മാറി ജീവനക്കാരുടെയും ഇവിടെ എത്തുന്ന നാട്ടുകാരുടെയും സംരക്ഷണം ഉറപ്പാക്കണമെന്നും ആവശ്യം ഉയരുന്നു. 24 വയനാട്.
കണ്ണൂർ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ പോലീസ് പരിശോധനയ്ക്കിടെ പുഴയിൽ ചാടിയ അബ്ദുൾ റഹീമിനായി തിരച്ചിൽ തുടരുകയാണ്. കാപ്പ കേസിലെ പ്രതിയാണ് അബ്ദുൾ റഹീം. ലഹരിക്കടത്തും പോലീസിന് നേരെ ആക്രമണമടക്കം 11 കേസുകൾ പ്രതിയാണ് അബ്ദുൾ റഹീം. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചെയ്യുന്ന അരുൺ, ഇന്നലെ ചാടിയതാണ്, ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണോ? എന്താണ് തിരച്ചിലിന്റെ വിശദാംശങ്ങൾ, വിവരങ്ങൾ? സുഹൈലെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ടാണ് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള പുഴയിലേക്ക് അബ്ദുൾ റഹീം, തലശ്ശേരി സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീം ചാടിയത്. ദേഹപരിശോധന നടത്താൻ ഒരുങ്ങുന്നതിനിടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിനിടെ പുഴയിലേക്ക് ചാടുകയും ചെയ്തു. ഇന്നലെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെ ഒക്കെ നേതൃത്വത്തിൽ ഈ പുഴയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. രാത്രിയിലും തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷെ ഇയാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രാവിലെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനിടെ പോലീസ് ഈ അബ്ദുൾ റഹീമിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട്. ഇയാൾ കാപ്പ കേസ് പ്രതിയാണ് എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. വിവിധ സ്റ്റേഷനുകളിലായി 11 കേസുകളിൽ പ്രതിയാണ്. അതിൽ ലഹരിക്കടത്ത്, പോലീസിന് നേരെ ആക്രമണം, ഗുണ്ടാക്രമണം ഉൾപ്പെടെയുള്ള കേസുകളിൽ ഇയാൾ പ്രതിയാണ്. റഹീമിനെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ജില്ലാ കളക്ടർ നേരത്തെ ഉത്തരവ് പുറത്തുവിട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്. ഇന്നലെ ഈ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ ഇയാൾ പോലീസിന് മുന്നിൽ പെടുകയായിരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ഓടി ഈ പുഴയിലേക്ക് ചാടുകയും ചെയ്തത്. എന്തായാലും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്യും. ശരി, അബ്ദുൾ റഹീമിന്റെ കൈവശം ലഹരി ഉണ്ടെന്ന നിഗമനമാണ് പോലീസിനുള്ളത്. ഇന്നലെ പോലീസിനെ കണ്ട് ദേഹപരിശോധനയ്ക്കിടെ പുഴയിലേക്ക് ചാടുകയാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഫംഗസ് ബാധയെ തുടർന്ന് വലിയ നഷ്ടം നേരിടുകയാണ് വയനാട്ടിലെയും കർണാടകയിലെ അതിർത്തി ജില്ലകളിലെയും കർഷകർ. ഇഞ്ചി, നെല്ല്, ഗോതമ്പ്, ചോളം കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. വിളകൾക്ക് മഞ്ഞപ്പുണ്ടാവുകയും ക്രമേണ ഇത് നശിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ പുൽപ്പള്ളിയിൽ ഇതിനെതിരെ നടത്തിയ ശ്രമങ്ങൾ വിജയം കണ്ട അനുഭവമാണ് മാരോട്ടിമുട്ടിൽ ഷിനുവിന് പറയാനുള്ളത്. വയനാട്ടിലെയും കുടക്, മൈസൂർ ജില്ലകളിലെയും ഇഞ്ചി കർഷകരെ സാരമായി ബാധിക്കുന്ന വിധത്തിലാണ് കുമിൾ രോഗബാധ പടർന്നു പിടിച്ചത്. എന്നാൽ ഇതിന് ഒരു പരിധിവരെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് പലയിടങ്ങളിൽ നടക്കുന്നത്. അത്തരത്തിൽ വിജയം കണ്ട ഒരു കാഴ്ച പുൽപ്പള്ളി പാടിച്ചിറയിൽ നിന്ന്. കുമിൾ രോഗബാധ കൊണ്ട് ഏറെ ക്ലേശമനുഭവിക്കുകയാണ് കർഷകർ. മഞ്ഞളിപ്പ് വന്ന് വിള നശിക്കുന്നതോടെ നഷ്ടം വലിയ തോതിലാണ്. പൈറിക്കുലേറിയ വർഗത്തിൽപ്പെട്ട കുമിളാണ് വിനാശകാരിയായി തോട്ടങ്ങളിൽ നിന്ന് തോട്ടങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞു വരികയും ഈർപ്പം കൂടി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് രോഗം വ്യാപിക്കുന്നത്. മഴ കൂടുന്നതുകൊണ്ട് ഈർപ്പം മണ്ണിൽ കൂടുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് ഈ രോഗം വന്നാൽ അത് കിലോമീറ്ററുകൾ കാറ്റിലൂടെയും എല്ലാം വ്യാപിച്ച് മൊത്തം ആ ഒരു പ്രദേശത്തെ മൊത്തം ഇഞ്ചി, അതുപോലെ ഇപ്പോൾ കർണാടകയിൽ ചോളം, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ ഇലകളിലെ ബാധിച്ചിട്ട് അത് അഴുകുകയും ക്രമേണ ഇഞ്ചി മൊത്തം നശിച്ചു പോവുകയും ചെയ്യുന്നതാണ്. കീടനാശിനികളുടെ മിശ്രിത പ്രയോഗം മൂലം മഞ്ഞളിപ്പ് മാറി ഇഞ്ചിത്തോട്ടം സ്വാഭാവികത വീണ്ടെടുക്കുന്നതിന്റെ സാക്ഷ്യമാണ് ഷിനുവിന്റെ തോട്ടം. വിവിധ തരത്തിലുള്ള കീടനാശിനികൾ ചേർത്തുള്ള മരുന്ന് പ്രയോഗമാണ് വിജയം കണ്ടത്. വിപണിയിലുണ്ടായിരുന്ന കൊണാസോള ഐറ്റംസിൽപ്പെട്ട ഫംഗസൈഡും കോപ്പർ അടങ്ങിയിട്ടുള്ള ഫംഗസൈഡ്, മെറ്റാലാക്സിൽ, മാംഗോ സബ്, ഇതിൻ്റെ കോമ്പിനേഷനായിട്ടുള്ള ഫംഗിസൈഡ് സ്പ്രേ ചെയ്യുമ്പോൾ ഇതിൻ്റെ രോഗവ്യാപനം നിൽക്കുകയും വീണ്ടും ഒന്ന് സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പറ്റ മാറുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഈ മാതൃക ഇപ്പോൾ പലയിടങ്ങളിലും പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ഇതുവഴി വിളനാശം ഒരു പരിധിവരെ ചെറുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 24 വയനാട്. ഡൽഹിയിൽ കനത്ത മഴ. ഈ മാസം 14 വരെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഡൽഹി, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. വിനീത വി ജി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, എന്തൊക്കെയാണ് ഉത്തരേന്ത്യയിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? വിനീത. ഉന്മേഷ്, ഡൽഹി NCR മേഖലയിലടക്കം അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് NCR മേഖലയിൽ തന്നെയാണ്. രാവിലെ മുതൽ തന്നെ കനത്ത മഴയാണ് പല മേഖലകളിലും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് പോലെ ഇങ്ങനെ ഒരു വാഹനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഒരു ദൃശ്യപരിധി പോലും കാണാൻ കഴിയാത്തത്രത്തിൽ ശക്തമായിട്ടുള്ള മഴയും ഒപ്പം തന്നെ വലിയ കാറ്റുമൊക്കെ ഉണ്ട്. വരും മണിക്കൂറുകളിലും ഡൽഹി ഉൾപ്പെടെ മഴ കൂടുതൽ കനക്കുമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രിയും സമാനമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും വിവിധ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ
ഇന്ന് പുലർച്ചെ മുതൽ വീണ്ടും മഴ കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഡൽഹിയിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്, അലേർട്ടുണ്ട്. ഡൽഹി കൂടാതെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഒപ്പം തന്നെ ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ അസം, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഡൽഹിയിൽ മഴയ്ക്കൊപ്പം ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. NCR മേഖലയിലടക്കം അതിശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് കൂടി രൂപപ്പെട്ടൊരു പശ്ചാത്തലം തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ കാറ്റ് അതിശക്തമായിട്ടുള്ള കാറ്റും കൂടിയുണ്ട്. മഴയ്ക്കൊപ്പം തന്നെ ഇപ്പോഴും മഴ വിവിധ മേഖലകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വാഹനങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ഈ വെള്ളക്കെട്ടും ഒപ്പം തന്നെ ഈ അതിശക്തമായിട്ടുള്ള കാറ്റുമൊക്കെ കാരണം നമുക്ക് പുറത്ത് ദൃശ്യപരിധി പോലും വളരെ കൃത്യമായി കാണാൻ കഴിയാത്ത ഒരു പശ്ചാത്തലമാണ്. അത്തരത്തിലേക്കുള്ളൊരു സാഹചര്യം തന്നെയാണ് രാവിലെ മുതൽ തന്നെ ഉള്ളത്. ഏതാണെങ്കിലും ഇന്ന് വരും മണിക്കൂറുകളിലും മഴ കൂടുതൽ കരക്കുമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഒപ്പം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലുമൊക്കെ മഴ കൂടുതൽ ശക്തമാകുമെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 4 ദിവസമായി ഉത്തർപ്രദേശിലടക്കം വിവിധ മേഖലകളിൽ മഴയുണ്ട്. ഉത്തരകാശിയിലും കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മഴയ്ക്കൊരൽപ്പം ശമനമുണ്ടായിരുന്നു. ഇപ്പോഴിതാ വീണ്ടും മഴ മുന്നറിയിപ്പാണ് ലഭ്യമായിരിക്കുന്നത്. ഡൽഹിയിൽ ഉൾപ്പെടെ അതിരാവിലെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണ്. ഇന്ത്യ അമേരിക്ക തർക്കത്തിൽ നിലപാട് മയപ്പെടുത്തിയ അമേരിക്ക ഇന്ത്യയുടെ മുഖ്യ തന്ത്രപരമായ പങ്കാളിയായി തുടരുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് ടോമി പിഗോട്ട് പറഞ്ഞു. ഇന്ത്യയുമായി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അതേപ്പറ്റി വ്യക്തമാക്കി കഴിഞ്ഞെന്നും പിഗോട്ട് പ്രതികരിച്ചു. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെ പറ്റിയും വ്യാപാര കമ്മിയെ പറ്റിയുമുള്ള ആശങ്കകളാണ് ട്രംപ് പങ്കുവച്ചതെന്നും പിഗോട്ട് പറഞ്ഞു. അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചെയ്തു. മധു കൊട്ടാരക്കര, തീരുവയിൽ മയപ്പെടുത്താതെ അമേരിക്കയുമായി ചർച്ച വേണ്ട നിലപാടിലായിരുന്നു ഇന്ത്യ. പതിയെ മയപ്പെടുകയാണോ? തീരുവയിൽ കോംപ്രമൈസ് ആകുമോ? വിവരം ഉന്മേഷ് സൊഹേൽ, നമ്മളൊരു കാര്യം മറക്കേണ്ടത് ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയെ സംബന്ധിച്ച് വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു പങ്കാളി തന്നെയാണ്. തന്നെയുമല്ല, കഴിഞ്ഞ 10 വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വ്യാപാര മേഖലയിലായാലും ആയുധ മേഖലയിലായാലും ബഹിരാകാശ മേഖലയിലായാലും ഒരുപാട് കരാറുകൾ ഒപ്പിട്ട് അതിൻ്റെ എല്ലാം കാര്യങ്ങൾ വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് റഷ്യയെ ഈ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു സമ്മർദ്ദ തന്ത്രത്തിൽ കൊണ്ടുവരാനും തീരുവയിൽ ട്രംപ് മനസ്സിൽ കണ്ട ഒരു നമ്പറിലേക്ക് ഇന്ത്യയെ എത്തിക്കാനും വേണ്ടിയുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട് നമ്മളതിനെ വിലയിരുത്തിയാൽ മതി. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് ഇരു രാജ്യങ്ങളുടെയും ഈ നയതന്ത്ര പ്രതിനിധികളും വ്യാപാര മേഖലയിലുള്ളവരും തമ്മിലുള്ള ചർച്ചകൾ വളരെ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു അവസാന വാക്ക് നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. ഇപ്പോൾ ഈ സ്വരം മയപ്പെടുത്തി അമേരിക്ക എന്ന് പറയുന്ന ഒരു വാർത്തയാണ് വരുന്നത്. ഇന്ത്യ അമേരിക്കയുടെ ഒരു മുഖ്യ തന്ത്രപരമായ പങ്കാളിയെ തുടരുമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി ആയിട്ടുള്ള ടോമി പിഗോട്ടാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അത് മാത്രമല്ല, ഇന്ത്യയുമായിട്ടുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് എപ്പോഴും തയ്യാറാണെന്ന് ഇതിന്റെ ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ വ്യാപാര കമ്മിയും പറ്റിയുമുള്ള ട്രംപിന്റെ ചില ആശങ്കകളാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിലുള്ളതെന്നാണ് ടോമി പറയുന്നത്. ഉന്മേഷ് സൊഹേൽ. മധു കൊട്ടാരക്കരയാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും. അപ്പോളോ 13 ചാന്ദ്ര ദൗത്യത്തിന്റെ കമാൻഡറായിരുന്ന ബഹിരാകാശ യാത്രികൻ ജിം ലോവൽ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. 1970 അപ്പോളോ 13 ദൗത്യത്തിലെ ബഹിരാകാശ പേടകത്തിൽ സ്ഫോടനമുണ്ടായതിനെ തുടർന്ന് ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ദൗത്യം ഉപേക്ഷിച്ച് സുരക്ഷിതമായ ഭൂമിയിലേക്ക് പേടകം എത്തിച്ചത് ലോവലായിരുന്നു. അപ്പോളോ 8 ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രനിലേക്ക് ആദ്യമായി പോയെങ്കിലും ജിം ലോവൽ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല. ക്ലബ് ഫുട്ബോളിലെ പുതിയ സീസൺ കിക്ക് ഓഫിന് ഇനി ഒരാഴ്ച മാത്രം. ലാലിഗയും പ്രീമിയർ ലീഗുമാണ് ആദ്യം തുടങ്ങുന്നത്. ക്ലബ് ഫുട്ബോളിലെ ആവേശപ്പന്തുരുളാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം. ആദ്യം വിസിൽ മുഴങ്ങുക ഓഗസ്റ്റ് 15 ലാലിഗയിൽ. 2 മണിക്കൂറിനപ്പുറം പ്രീമിയർ ലീഗിലും ഫ്രഞ്ച് ലീഗിലും കിക്ക് ഓഫ്. കൃത്യം ഒരാഴ്ച കഴിഞ്ഞ 22 ജർമ്മൻ ലീഗും തൊട്ടടുത്ത ദിവസം ഇറ്റാലിയൻ ലീഗും ഉണരും. സൗദി പ്രോ ലീഗ് 28 മുതലാണ്. സ്പാനിഷ് ലീഗിൽ പതിവ് പോലെ ബാഴ്സലോണ, റയൽ മാഡ്രിഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ് ത്രികോണപ്പോര്. എന്നും പ്രവചനാതീതമായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇത്തവണ കൂടുതൽ ആവേശകരമാകും. കിരീടം നിലനിർത്താൻ ലിവർപൂളും തിരിച്ചുപിടിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിയും പ്രതാപകാലം വീണ്ടെടുക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആഴ്സണലും ക്ലബ്ബ് ലോകകപ്പിന്റെ തിളക്കത്തിലെത്തുന്ന ചെൽസിയും തുടങ്ങി ഇംഗ്ലീഷ് മണ്ണിൽ പോരാട്ടം പൊട്ടിപ്പൊടിക്കും. ഫ്രഞ്ച് ലീഗിൽ PSG യുടെ ആധിപത്യത്തിന് ഇത്തവണയും എതിരുണ്ടാകാൻ സാധ്യതകളില്ല.
തുടർച്ചയായ 5ാം കിരീടമാണ് യൂറോപ്യൻ ചാമ്പ്യന്മാർ കൂടിയായ PSG ലക്ഷ്യമിടുന്നത്. അതുപോലെ ജർമ്മൻ ലീഗിൽ ബയേൺ മ്യൂണിക്കിനും വലിയ വെല്ലുവിളികൾക്ക് സാധ്യതയില്ല. കഴിഞ്ഞ സീസണുകളിൽ പെരുമ്പോരാട്ടങ്ങൾ കണ്ട ഇറ്റാലിയൻ ലീഗിൽ ഇത്തവണയും ട്വിസ്റ്റുകൾ കണ്ടേക്കും. ഏഷ്യയുടെ മുഖമായി മാറിയ സൗദി പ്രോ ലീഗിന് തുടക്കമാകുന്നത് 28-നാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇത്തവണയെങ്കിലും അൽ നസറിനെ കിരീടത്തിലെത്തിക്കാനാവുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. സ്പോർട്സ് ഡെസ്ക് 24. ആലപ്പുഴ ആദികാട്ടുകുളങ്ങരയിൽ രണ്ടാനമ്മയുടെയും പിതാവിന്റെയും ക്രൂരമർദ്ദനത്തിനിരയായ 4ാം ക്ലാസ്സുകാരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിക്കും. കുട്ടിയുടെ പഠന ചെലവുകൾ ഏറ്റെടുക്കുമെന്ന് മാവേലിക്കര MLA MS അരുൺകുമാർ 24 പറഞ്ഞു. 4ാം ക്ലാസ്സുകാരിക്ക് നീതി ഉറപ്പാക്കുമെന്നും കുട്ടിയെ ഉപദ്രവിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടിയുണ്ടാകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കുട്ടിയെ നേരിട്ട് വിവരങ്ങൾ തേടാൻ മന്ത്രിയുടെ സന്ദർശനം. സ്കൂൾ അധികൃതരോടും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരോടും CWCയോടും ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് തേടും. കുട്ടിയുടെ പഠന ചെലവുകൾ ഏറ്റെടുക്കുമെന്ന് MS അരുൺകുമാർ പറഞ്ഞു. കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങൾക്കകത്തും അതിന് മുന്നോട്ട് പോകാൻ ആവശ്യമായ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ഞങ്ങളുടെ സ്വന്തം കുഞ്ഞായി ഞങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ രക്ഷിതാക്കൾക്ക് കൃത്യമായ ബോധവൽക്കരണം അനിവാര്യമെന്നും അതിനാൽ മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മികച്ച കൗൺസിലർമാരെ എത്തിച്ച് കൗൺസിലിംഗ് നൽകുമെന്നും MLA. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഐക്യമാണ്. അപ്പോൾ തീർച്ചയായും അവരാഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ നിലയിൽ നല്ല കൗൺസിലർമാരെ, മികച്ച കൗൺസിലർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഓറിയന്റേഷൻ ക്ലാസ് എന്നൊക്കെ പറയുന്ന ഒരു നല്ല ക്ലാസ്സുകൾ നമ്മുടെ രക്ഷകർത്താക്കളോട് സംഘടിപ്പിക്കണം. സംഭവത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 24 കൊട്ടാരക്കര. ഒഡീഷയിലെ ജലേശ്വറിൽ മലയാളി വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെ ഉണ്ടായ ബജ്രംഗ് ദൾ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തം. ജലേശ്വർ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പേൽ, ജോഡ ഇടവക വികാരി ഫാദർ വി ജോജോ, സിസ്റ്റർമാരെ എലേസ, മോളി എന്നിവരുൾപ്പെടെയുള്ള സംഘത്തിനാണ് ഗംഗാധർ ഗ്രാമത്തിൽ മതപരിവർത്തനം ആരോപിച്ച് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ഇതുവരെയും ആർക്കെതിരെയും കേസെടുത്തിട്ടില്ല. ഗ്രാമവാസികളുടെ ആണ്ട് കുർബാനയ്ക്കെത്തിയപ്പോഴാണ് വൈദികരും സംഘവും ആക്രമിക്കപ്പെട്ടത്. വഴിയിൽ കാത്തുനിന്ന 70-ലേറെ പേരടങ്ങുന്ന സംഘം ആക്രമിക്കുകയായിരുന്നു. സാങ്കേതിക സർവകലാശാല പ്രതിസന്ധിയിൽ ഗവർണർ ഇടപെട്ടേക്കും. വൈസ് ചാൻസലർ കെ ശിവപ്രസാദ് കത്തയച്ചതിനെ തുടർന്നാണ് ഇടപെടൽ സാധ്യത. സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കാത്തതിനാൽ കഴിഞ്ഞ ദിവസം ഫിനാൻസ് കമ്മിറ്റി യോഗം മുടങ്ങിയിരുന്നു. ദൈനംദിന പ്രവർത്തനങ്ങളും ശമ്പള വിതരണം അടക്കമുള്ളവയും അവതാളത്തിലാണ്. സർക്കാർ പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് കടുത്ത നിസ്സഹരണമാണെന്നും VC ഗവർണർക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട്. ഫിനാൻസ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാത്തവരുടെ പേര് വിവരങ്ങളും രാജ്ഭവന് കൈമാറിയിരുന്നു. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത വിശദാംശങ്ങളുമായി ചെയ്യുന്നു. മനീഷ്, ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടി പ്രതിസന്ധിയിലായിരിക്കുകയാണ് KTU. ഈ സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ നിസ്സഹകരണമാണ് പ്രധാന പ്രതിസന്ധി. ചാൻസലറുടെ ഇടപെടൽ ഏത് തരത്തിലായിരിക്കും? വിവരങ്ങൾ. സുഹേൽ, കടുത്ത പ്രതിസന്ധിയിലാണ് കേരള സാങ്കേതിക സർവകലാശാല. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെയും ജീവനക്കാർക്ക് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഒരാഴ്ച പിന്നിടുന്നു. 2 മാസമായി പെൻഷൻ നൽകിയിട്ടില്ല. ഒപ്പം തന്നെ ആമസോൺ ക്ലൗഡിന് പണം നൽകിയിട്ട് 2 മാസത്തോളമായി. ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. അത് 1 മാസത്തോളമായി വൈകിയിരിക്കുകയാണ്. അത് പ്രിന്റ് ചെയ്യാനുള്ള പണം പോലും കൊടുത്തിട്ടില്ല. ഒപ്പം തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനടക്കം പണം നൽകാത്തതിന്റെ പേരിൽ പല സോഫ്റ്റ്വെയറുകളും ഔട്ട്ഡേറ്റഡ് ആയ സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ സർവകലാശാലയിലെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവതാളത്തിലായ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു ഫിനാൻസ് കമ്മിറ്റി വിളിച്ചു ചേർത്തത്. പക്ഷേ 15 പേരുള്ള കമ്മിറ്റിയിൽ സർക്കാർ പ്രതിനിധികളായിട്ടുള്ള ഡീൻ റിസർച്ചോ ഡീൻ അക്കാദമിക്കോ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ഈ 15 പേരിൽ 4 പേർ മാത്രം പങ്കെടുത്തതിനെ തുടർന്ന് ഇത് പിരിച്ചുവിടേണ്ടി വന്നു. 8 പേരെങ്കിലും ഇല്ലാതെ ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരാൻ കഴിഞ്ഞില്ല. ഇനി 13-ന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗമുണ്ട്. സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ ബജറ്റ് അവതരിപ്പിച്ച് ആ ബജറ്റ് യോഗത്തിൽ തന്നെ സർക്കാർ പ്രതിനിധികൾ പങ്കെടുത്താൽ മാത്രമേ ആ ബജറ്റ് പാസ്സാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമാവുകയുള്ളൂ. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നിലപാട്, അതായത് നേരത്തെ കോടതിയടക്കം സമീപിച്ചുകൊണ്ടായിരുന്നു ഈ നേരത്തെ മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് നിയമിച്ച ശിവപ്രസാദിന്റെ നിയമനം റദ്ദാക്കിയത്. പക്ഷേ വീണ്ടും കോടതിയെ സമീപിച്ചുകൊണ്ട് 6 മാസത്തെ താൽക്കാലിക VC എന്ന രീതിയിലാണ് സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും സിസ തോമസിനെയും ഒപ്പം തന്നെ ഈ സാങ്കേതിക സർവകലാശാലയിലെ ശിവപ്രസാദിനെയും നിയമിച്ചത്. അതുകൊണ്ട് തന്നെ ശിവപ്രസാദിനെ മാറ്റണം. മറ്റൊരു നോമിനിയുടെ പേരായിരുന്നു സർക്കാർ 2 പേരുടെ പേരായിരുന്നു
നിർദ്ദേശമായിരുന്നു സർക്കാർ കൊടുത്തത്. ഈ പേരുകൾ പരിഗണിക്കാതെയായിരുന്നു ഗവർണർ വീണ്ടും ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാലയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരടക്കം കഴിഞ്ഞ ദിവസം സാങ്കേതിക സർവകലാശാലയിലേക്ക് വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അതിനെതിരെ പോലീസ് നടപടികളടക്കം എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഗവർണർക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ഈ യോഗത്തിൽ പങ്കെടുക്കാത്ത ആളുകളെ അടക്കമുള്ള വിശദ വിവരങ്ങൾ നൽകിയിട്ടുകൊണ്ടാണ് വൈസ് ചാൻസലർ ഇടപെടണം. കാരണം ദൈനംദിന പ്രവർത്തനങ്ങൾ അവതാളത്തിലാവുകയാണ്. സർക്കാർ പ്രതിനിധികൾ പോലും പങ്കെടുത്തില്ല എങ്കിൽ VCക്ക് നിലനിൽക്കാനാവില്ല എന്നുള്ള കാര്യം ഗവർണർ അറിയിച്ചതിനാൽ ഗവർണർ ഇടപെട്ടില്ലെങ്കിൽ ഈ സർവകലാശാലയുടെ വിഷയം വലിയ അവതാളത്തിലേക്ക് കടക്കും. പണമുണ്ട് പക്ഷേ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന സ്ഥിതിയിലാണ് KTUവിലെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് പോകുന്നത്. മറ്റു വാർത്തയിലേക്കാണ്. സ്ത്രീകളുടെ തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ആദ്യം ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതിരുന്ന സെബാസ്റ്റ്യൻ ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇത് വഴിതെറ്റിക്കാനാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. അതുകൊണ്ട് തന്നെ മൊഴികളുടെ വിശദമായ പരിശോധന നടക്കും. തിരോധാനങ്ങൾ നടന്ന സമയത്ത് സെബാസ്റ്റ്യൻ എവിടെയായിരുന്നു എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് സംശയമുള്ളത്? ടോബി, പ്രധാനമായിട്ടും അന്വേഷണ സംഘം ഇപ്പോൾ നോക്കുന്നത് ഈ സമയങ്ങളിൽ, അതായത് ഈ തിരോധാനം നടന്ന സമയത്ത് എവിടെയായിരുന്നു സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. ജയനമ്മ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ പക്കലാണ് കസ്റ്റഡിയിൽ സെബാസ്റ്റ്യൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ കാര്യം, അതായത് ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് എവിടെയായിരുന്നു, ജയനമ്മയെ കാണാതായത് കഴിഞ്ഞ വർഷം ഡിസംബർ 23-ാം തീയതിയാണ്. അന്ന് സെബാസ്റ്റ്യൻ എവിടെയൊക്കെ പോയി എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാണ് ഭാര്യയെ കൂടി വിളിച്ചു വരുത്തി മൊഴി എടുത്തത്. 2 ദിവസം ഭാര്യയെ വിളിച്ചു വരുത്തി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ഭാര്യയുടെ വീട്ടിലെ പരിശോധനകളും നടക്കുന്നത്. എന്തായാലും ഈ സെബാസ്റ്റ്യനെ പരിചയമുള്ളവർ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങിയ ആളുകളുടെ എല്ലാം അടുത്തു നിന്നും മൊഴികൾ ശേഖരിക്കുന്നുണ്ട്. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.